അവയവ കച്ചവടത്തിന്റെ കാണാപ്പുറങ്ങൾ തേടി 24 വാർത്താ സംഘം. അവയവ മാഫിയയുടെ ഇരയായി വൃക്ക കൈമാറിയ തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിക്ക് മതിയായ ചികിത്സ ലഭ്യമായില്ല എന്നും മാനസിക വെല്ലുവിളി നേരിടുന്നുവെന്നും വെളിപ്പെടുത്തൽ. 2016 ശ്രീലങ്കയിൽ വൃക്ക കൈമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞെന്നും ഒരാഴ്ച തികയും മുമ്പ് നാട്ടിലേക്ക് മടക്കി അയച്ചുവെന്നും തൃശൂർ സ്വദേശി 24-നോട് പറഞ്ഞു. വൃക്ക ഇടപാടിനെ തന്നെ സമീപിച്ചത് തമ്മനം സ്വദേശി രാജേഷ് എന്ന് പരിചയപ്പെടുത്തിയ ആളെന്നും യുവാവ് വെളിപ്പെടുത്തുന്നു. 24 ബിഗ് എക്സ്ക്ലൂസീവ്. ആരുടെയും മനസ്സുലയ്ക്കുന്ന ദുരിതക്കാഴ്ചയാണിത്. 2016 കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഈ യുവാവിനെ അവയവ മാഫിയ സമീപിക്കുന്നത്. തമ്മനം സ്വദേശിയായ രാജേഷ് എന്നയാളുടെ നേതൃത്വത്തിലായിരുന്നു വൃക്ക കൈമാറ്റത്തിനുള്ള നടപടികൾ പൂർത്തീകരിച്ചത്. യുവാവിനെ വിമാനമാർഗം ശ്രീലങ്കയിലെത്തിച്ചു. ചെന്നൈ ശ്രീലങ്ക കൊണ്ടുപോയി. തമ്മൻ രാജേഷും പിന്നെ ഒരു സലീംക്കാരന് ഒത്തീർപ്പായി കളഞ്ഞു. ശ്രീലങ്കയിൽ നവലോക എന്ന ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ആശുപത്രിയിലെ ചില മലയാളി നഴ്സുമാരുടെ സഹായത്തോടെയായിരുന്നു കേരളത്തിലേക്കുള്ള മടക്കം. ചെറിയ തുക മാത്രം കൊടുത്ത് യുവാവിനെ കൊടുങ്ങല്ലൂരിലെ വീട്ടിലേക്ക് അവയവ മാഫിയ സംഘം അയച്ചു. 9,50,000 എനിക്ക് തരാന്ന് കേസിന്റെ ഒക്കെ കഴിഞ്ഞത്. പേപ്പറൊന്നും കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. 3 ലക്ഷം രൂപ തന്ന് തിരിഞ്ഞു കിട്ടിയില്ല, ജീവിതത്തിൽ നോക്കിയിട്ടില്ല. മതിയായ ചികിത്സ ലഭ്യമാകാതെ വന്നതോടെ 34-കാരന്റെ മാനസിക നില തെറ്റി. സ്വന്തമായുണ്ടായിരുന്ന വീട് വിൽക്കേണ്ടി വന്നു. തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന 70-കാരിയായ അമ്മയുടെ വരുമാനം മാത്രമാണ് ജീവിതമാർഗം. അവയവദാനം രാജ്യത്ത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം. ഇത് അവയവദാനമല്ല, ഇത് അവയവ വിപണനമാണ്, മനുഷ്യ വിപണനം എന്നൊക്കെ പറയാം. പ്രത്യേകിച്ചും ഒരു ഫോറിൻ നാഷണലിലേക്ക് പോയിട്ട് അവിടെ വിപണനം നടക്കുക എന്നുള്ളത് നമ്മളുടെ നിയമപരമായി തന്നെ തെറ്റാണ്. അവര് നിർബന്ധത്തിന് വഴങ്ങി ഒരു അവയവ മാഫിയയുമായി ചേർന്ന് ഇവര് കിട്ടി കൊടുക്കാൻ വേണ്ടി കമ്മിറ്റിയുടെ മുൻപെത്തുകയാണ്. ദിനേശ് ബാബുരാജനും സജി TCക്കൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.